ഗൈസ് ഇന്ന് നമ്മൾ വൈകുന്നേരം ഇന്ന് വെയിറ്റ് നോക്കി. എനിക്ക് 63 കിലോ. ചേച്ചി അതെ, ഇത് നമ്മുടെ അപ്പുറത്തെ വീട് കേട്ടോ. അവിടെ എൻ്റെ ഫംഗ്ഷനാണ്. എന്താന്ന് പറയാൻ പാടില്ല. അപ്പുറത്തെ വീടല്ല, അപ്പുറത്തെ വില്ല. ഇവിടുത്തെ ലോക്കൽസിന്റെ വീടാണ്. ലോക്കൽസിന്റെ അതുകൊണ്ട് നമ്മളൊന്നും വിളിക്കില്ല. നമ്മളെ നാട്ടിലെ പോലെ ഒരു 4:30 വരെ അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സഡൻ ആയിട്ട് ഉണ്ടായതാണ്. അതെ, നമ്മളെ നാട്ടിലെ നല്ല കാറ്റ്. അതുകൊണ്ട് ഞങ്ങൾ ആ പരിസരത്തേക്ക് നോക്കുന്നില്ല. നമ്മൾ നടക്കുകയാണ്. നാട്ടിലെത്തിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടല്ലോ ഗവൺമെന്റ് നമുക്ക് എല്ലാവർക്കും നടക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി വാക്ക് ഇതിന്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ബാക്ക് സൈഡിലാണ്. പക്ഷേ മനുഷ്യരും മടിയന്മാരുമായിട്ടാണ് ജന്മത്തിലുള്ള വർക്ക്. 2 മിനിറ്റ് എടുക്കലും ഭൂമിയിൽ നിന്ന് ഈ വാക്ക് വരണം. 2 മിനിറ്റ് പോലും ഞങ്ങളെടുത്ത് സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് തിന്ന് കിടാകുടിയുമാണ്. ഞങ്ങളുടെ വീട് കാണിച്ചിട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡ് എത്തുമ്പോൾ നമുക്ക് കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം ദൂരം ഉണ്ടത്. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്ടില. ഈ മതിലിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ബാക്കി റോഡും ഒക്കെ. നമുക്ക് മടിയാണ്. ചേച്ചി പറഞ്ഞ മടിയാണ്, വളരെ മടി. അതുകൊണ്ട് ഈ അവസ്ഥ ഇനി വേറെ ഒരു രക്ഷയില്ല, നടക്കാം. സംഭവങ്ങൾ ഇട്ടോ. തൊട്ടപ്പുറം പാർക്കുണ്ട്. പാർക്കിൽ പോയി കഴിഞ്ഞാൽ പാർക്കിനകത്ത് ജിമ്മുണ്ട്. പിള്ളേർക്ക് കളിക്കാം. നമുക്ക് ജിമ്മിൽ എന്തെങ്കിലും ചെയ്യണം, വർക്കൗട്ട് ചെയ്യാം. അതിന് ഞങ്ങൾക്ക് മടിയാണ്. എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും, പക്ഷെ ചെയ്യത്തില്ല. ഈ ഒരു ആവേശം ഒരു ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ നമ്മൾ ഇറങ്ങുമെന്ന് വരെ അറിയുന്നില്ല. ആ വെയിൽ മെഷീനിൽ കയറി നിന്നതിൻ്റെ ഒരു ആവേശമാണ് ഇപ്പൊ കാണുന്നത്. എന്നപ്പോഴോ എന്തേ വീട്ടിൽ പോണെങ്കിൽ നടക്കണം, വണ്ടി ഇങ്ങോട്ട് വരില്ല. കുട്ടിക്ക് വയ്യാണ്ടായി ഗൈസ്, കുട്ടിക്ക് വയ്യാണ്ടായി. ഞാനിപ്പോഴും പയറ് പോലെ നടക്കുകയാണ്, പയറ് പോലെ. നമ്മള് അങ്ങനെ കുറച്ചും കൂടെ ഉള്ളു വീട്ടിലിട്ട് വീട്ടിലെടുത്തിട്ട്